ദാസനല്ലത്? ആ ദാസനാണല്ലോ. ഡ്രൈവർ കാർ വാടക എവളവപ്പാ? 100 രൂപ. ഞാൻ 200 രൂപ കൊടുക്കറേ, 100 രൂപ ഇനാം. കാരണം ഞാനിപ്പോ പഴയ കാരക്കൂടൽ ദാസനല്ലേ, പണക്കാരൻ. ഡേയ് ഇങ്ങ വാടാ. இந்த കവലയിലെ 2 ഏക്കർ സ്ഥലം വേണമല്ലോ, പെരിയൊരു പലചരക്ക് കട തുടങ്ങണം. തുടങ്ങിത്താൻ തീരുവേൻ. അല്ല ഇതെന്താ പുലികലയോ? ഇവനിത് ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ മേട്ടുപാളയത്തായിരുന്നു. അങ്ങ് മുത്തുമാരി കൗണ്ടർ, നല്ല തങ്കമാന മനുഷ്യൻ. അന്താള് വട്ടിക്ക് പണം കൊടുക്കും. ആർക്ക്? ആർക്കുമല്ല, വട്ടി. വട്ടി എന്ന് പറഞ്ഞാൽ പലിശ. പലിശക്ക് പണം കൊടുക്കും. ആരെങ്കിലും പലിശ കൊടുക്കാൻ അമാന്തിച്ചാൽ എന്നെ കൂപ്പിട്ട് വിളിക്കും. ദാസപ്പ, അങ്ങനെ മൂപ്പർ എന്നെ വിളിക്കുന്ന പേര്. എന്നിട്ട് പറയും, അന്താള് വട്ടി കൊടുക്കലേ. അപ്പടിയാ എന്നും കേട്ടോണ്ട് ഞാൻ ഒരൊറ്റ ഓട്ട ഇന്ത കത്തിയെടുക്കും. എന്നൊരലർച്ചയാ. വട്ടി താനേ വരും. തൊഴിൽ ചെയ്യുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ചെയ്യണം സുശീല. അങ്ക കത്തി എടുത്താൽ എടുത്ത പോലെ ഇരിക്കും. എന്നാ മതിപ്പ് തെരിയുമാ? അപ്പൊ അവിടെയും കത്തിപ്പരിപാടി ആയിരുന്നല്ലേ? ആമാ, നമ്മൾ പഠിച്ച തൊഴിൽ വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ സുശീല? അത് ശരിയാ. വാറ്റ് നിർത്തേണ്ടി വന്നപ്പോ ഞാൻ തന്നെ പല പണി നോക്കി. നാടകുത്ത്, പുള്ളിമുറി, മുച്ചിട്ട്, മീൻ കച്ചവടം. ഒന്നിനും ഉറച്ചു നിൽക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഈ ചാരായം വാറ്റുന്നതിന്റെയും അത് വെക്കുന്നതിന്റെയും അത് കുടിച്ച ആൾക്കാർ 4 കാലിൽ നടന്നു പോകുന്ന കാണുന്നതിന്റെ ഒരു സുഖം ഈ ലോകത്ത് വേറെ ഒരു പണിക്കും കിട്ടില്ല ദാസ. അങ്ങനെ നിവൃത്തില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ ടൂബിട്ട് ഇറങ്ങിയത്. ശരിയാ സുശീല, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കുറച്ചുകൂടെ ഒഴിക്ക്. ഞാനന്ന് സുശീലിനോട് തെറ്റ് ചെയ്തു. പണം വാങ്ങിച്ചു. പക്ഷെ രമേശൻ നേരെ തല്ലാൻ പറ്റിയില്ല. അത് സാരല്ല, അയാൾ തിരിച്ചടിക്കുന്നത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചു? ആ, എന്നിട്ട് അവൻ എന്നെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോയി. നടന്നില്ല. സുശീലിനറിയോ, പകലത്തെ അടി ഇടി കുത്തുചണ്ട എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഇത്തിരി മനനിമ്മതിക്ക് വേണ്ടി ഞാൻ മേട്ടുപ്പാളയത്ത് MGR പാലത്തിൻ്റെ മേലെ ചെന്നിരിക്കും. എല്ലാ ദിവസവും ആ പെണ്ണെൻ്റെ മനസ്സ് കയറി വരും സുശീല. എനിക്കവളെ കെട്ടണം. അതിനാ ഞാൻ വന്നത്. അതിനുള്ള പണവുമുണ്ട്. സുശീലൻ എൻ്റെ ആളായി നിന്ന് അത് നടത്തി തരണം. എനിക്ക് വേറെ ആരുമില്ല സുശീല. ഒരു റൗഡി കരയുന്നോ? അയ്യയ്യേ.